ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? വയോട്ടാ. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈ ആണ്. പിന്നെ അത് മാത്രമല്ല കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. കോളിഫ്ലവറും അതേപോലെ ക്യാബേജൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെയും യൂണിക് ഫാമിലി എന്ന് പറയുന്ന നമ്മുടെ ചാനലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിതാ ഒരു കോളിഫ്ലവർ ഇതാ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളുണ്ടല്ലോ ചില്ലി ഗോപിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിതാ തീ കത്തിച്ച് ആദ്യം ഞാനിതാ കുറച്ച് വെള്ളം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്കതായത് കോളിഫ്ലവർ ഒക്കെ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതാ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതാക്കി നമുക്ക് അല്ലി തിരിച്ചിടാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു വലുപ്പത്തിനനുസരിച്ച് നമുക്ക് അല്ലി തിരിക്കാം. ഞാനത് ഇതേപോലെയാണ് അല്ലി തിരിച്ചിരുന്നത് കേട്ടോ. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അടർത്തിടുകയും ചെയ്യാം. നമ്മളിതാ എല്ലാതും ഇതേപോലെ അല്ലികളായിട്ട് തിരിച്ചെടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് നമുക്കിതാ ഒരു ഇത്തിരിയോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇതിട്ടിട്ട് നമുക്കൊരു 3 മിനിറ്റ് നേരം ഇതിൽ കിടന്നോട്ടെ കേട്ടാ. ഇത് നന്നായിട്ട് കഴുകുമായിരിക്കും. പിന്നെ മഞ്ഞപ്പൊടി ഇടണമെങ്കിൽ മഞ്ഞപ്പൊടി ഇടാം കേട്ടോ. അതല്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടാലും മതി. നമ്മളുണ്ടല്ലോ ഇതാ കോളിഫ്ലവർ 3 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നോക്കിയാൽ 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊടികളൊക്കെ നമ്മളിതാ കോൺഫ്ലവറിൻ്റെ അവിടേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതങ്ങോട്ട് നീക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്കുണ്ടല്ലോ ഒരു പ്രത്യേക ഗ്രേവി റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാ ഒരു 5 ടീസ്പൂൺ കോൺഫ്ലവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മൈദ ആണെങ്കിൽ നമുക്ക് മൈദ ഉപയോഗിക്കാം കേട്ടോ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് 2 ടീസ്പൂൺ അരിപ്പൊടി. ടൊമാറ്റോ സോസാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. 3 ടീസ്പൂണ് ടൊമാറ്റോ സോസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മളിതാ 3 ടീസ്പൂൺ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ചെറുനാരങ്ങ നീര് അതൊരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. വെള്ളം കൂടാതെ നോക്കിയോളൂ, കാരണം കോൺഫ്ലവർ ആയ കാരണം പെട്ടെന്ന് വെള്ളം കൂടിപ്പോവും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കണ്ട ഇതേപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും പൊടിയാണ്. കാരണം നമ്മൾ ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. ഉപ്പും പൊടിയൊക്കെ ഇടുമ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിച്ചിട്ട് ഇട്ടോളൂ കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ എന്താ പറയുക, ഉപ്പിൻ്റെ അളവ് കൂടും. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ അപ്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം 1 ടീസ്പൂൺ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത് സാധാരണ മുളക് പൊടി കേട്ടോ. അതിതാ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് എരിവൊക്കെയും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ഇടാൻ പറ്റും. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക്. ഇതേപോലെ ഒന്ന് യോജിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ വെള്ളം കൂടരുത്. നമ്മളുണ്ടല്ലോ ഇതേപോലെ കണ്ട ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മളിത് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ, ഈ ഒരു കട്ടി വേണം കേട്ടോ. കൂടുതൽ അഴഞ്ഞ് പോവരുത്. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കാം കേട്ടോ. നമുക്ക് കോളിഫ്ലവറിൻ്റെ എല്ലായിടത്തേക്കും ആവണ പോലെ തന്നെ ഇതാക്കിയെടുത്തോളൂ. ഇതേപോലെ നമ്മൾ നോക്കിയാൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുണ്ടല്ലോ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തിരി പൊടിയുടെ ഒരു കുറവ്, നമ്മൾ മാവ് പിടിക്കണില്ല, കുറവാണ് തോന്നുകയാണെങ്കിൽ ഒരു തുണ്ട് അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ കുറച്ച് കൂടുതലിട്ട് കൊടുക്കുന്നതൊന്നും കുഴപ്പമില്ല കേട്ടാ. ഇനി ഇങ്ങനെ തന്നെ ഒരു 15 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ തന്നെ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. 15 മിനിറ്റ് നേരം കഴിഞ്ഞു. ഇനി നമുക്കുണ്ടല്ലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീ കത്തിച്ച് നമ്മളിതാ ഒരു പാത്രം അടുപ്പത്ത് കയറ്റിട്ടുണ്ട്. ഈ കടായി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. നമ്മുടെ കടായി ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. കാരണം നമുക്കിത് മുങ്ങി കിടക്കാവുന്ന രീതിയിലാണ് നമ്മളിത് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ച
വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു. നമുക്ക് അതിലേക്ക് ഇതാ ഓരോന്ന് ഇട്ട് കൊടുക്കാട്ടാ, കട്ട പിടിക്കാത്ത രീതിയിൽ. ഈ സമയത്ത് നമുക്ക് തീയൊക്കെ ഒന്ന് കുറച്ച് വെക്കാട്ടാ. തീയൊന്ന് നമ്മളിപ്പോ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് പതുക്കെ കൂട്ടി കൊടുക്കാട്ടാ. നന്നായിട്ട് തീയിലിട്ട് ആക്കിയെടുക്കാനും പാടില്ല. കോളിഫ്ലവർ ഒക്കെ ഇട്ടിട്ട് ഇതാ നമുക്കറിയാം, ഒരു ചെറുതായിട്ട് ഒരു ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് വരുന്ന വരുമ്പോ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇങ്ങനെ ഇണക്കി കൊടുത്തോളൂ കേട്ടാ. മറിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. എങ്കിലാണ് എല്ലാ സൈഡും ഓരോ പോലെ ഇരുന്നൊരു ആ മുരിച്ചിലൊക്കെ ആയിട്ട് വരുള്ളത്. നമുക്ക് ഇതേപോലെ ഒരു കളർ കേട്ടോ നമുക്കറിയാം. ഇപ്പൊ നല്ല നമുക്ക് മനസ്സിലാവും അതിങ്ങനെ ഒരു ഒന്നര ഈ സമയത്ത് നമുക്ക് രണ്ട് പാത്രത്തിൽ സാധ്യത കേട്ടോ. ചുറ്റുമ്പോൾ അച്ചൗട്ട് അതുകൊണ്ട് നല്ല പോയിട്ട് നല്ല പാകം. ഇതേപോലെ തന്നെ ബാക്കിയിലേക്ക് നമ്മുടെ ഇതാ ലാസ്റ്റത്തെ ആയി കഴിഞ്ഞിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയായിട്ട് വറുത്ത് വെക്കുമ്പോ തന്നെ. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇനി നമുക്കിട്ടല്ലോ തീ കത്തിച്ച് ഒരു കടായി അടുപ്പത്ത് കഴിച്ചിട്ടുണ്ട്. ഈ കടായിലേക്ക് നമുക്കിതാ ഇത്തിരിയുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാട്ടെ. ഒരു ടീസ്പൂണിന്റെ അടുപ്പിക്കാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിട്ടേട്ടാ. വെളിച്ചെണ്ണ ചൂടായി വന്നു. അതിലേക്ക് നോക്കിയ ഒരു ടീസ്പൂൺ കേട്ടാ നമ്മുടെ വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയതാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. നല്ല തീയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നല്ല ചൂടിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇതാ വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പൊ തന്നെ ഇതാ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ. പച്ചമുളകിന്റെ എന്താ പറയാ ഒന്ന് വാടി വരിക, അത്രയും വേണ്ടോ, കൂടുതലൊന്നും ആവണ്ട. ഈ പച്ചക്കളറിൽ നിന്നിട്ട് ചെറുതായിട്ടൊരു കളർ മാറ്റം ഇങ്ങനെ വരില്ല. ചെറുതായിട്ടൊന്ന് ഇതാ കളറൊന്ന് മാറി തുടങ്ങുന്നുണ്ടോ. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഇതാ കറിവേപ്പില നന്നായിട്ടൊന്ന് ഇളക്കി. കറിവേപ്പിലയുടെ നോക്കിയേ കളറൊന്നും നമ്മൾ മാറ്റില്ല കണ്ട. ഒന്നിങ്ങനെ ഒരു മൊരിഞ്ഞ പോലെ തോന്നും നമുക്ക്, കാരണം കളർ മാറില്ല. നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ ഈ കോളിഫ്ലവർ ഉണ്ടല്ലോ വെച്ചിട്ട് ഇളക്കി കൊടുക്കാട്ടാ. കറിവേപ്പിലേക്ക് എന്താ പറയാ, നമ്മൾ കുറച്ചുകൂടി ഭംഗി കൂടുതൽ കിട്ടും. കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കറിവേപ്പില ഇട്ടിട്ടുള്ളത് കേട്ടോ. കണ്ടവർക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം എല്ലാവരും പൊടിഞ്ഞ നല്ല സൗണ്ട് കേൾക്കണ്ട. ഇത്രയുള്ളൂ കോളിഫ്ലവർ റെഡി. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയേ, ഇത് ചിക്കൻ 65 പോലെ തോന്നണില്ലേ? ഇത് കോളിഫ്ലവർ ആട്ട സാധനമാണ്. സോസ് കുട്ടികൾക്കൊക്കെ സോസിൽ കുത്തി കഴിക്കട്ടാ. ടൊമാറ്റോ സോസ് കെച്ചപ്പിലൊക്കെ. പക്ഷേ ചായ അങ്ങനെ ആവശ്യമില്ലാത്ത കാരണമാണ് ഞാനതൊരു
അത് ശരി. എന്തുടാ കഴിക്കുന്നുണ്ട് പച്ചമുളക് കഴിക്കുന്ന ഒരു രസാ. അപ്പൊ അതല്ല അവരുണ്ടാക്കിയോളാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതല്ല നമുക്ക് ദിവസം